ഡെഫിനറ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യും. മാത്രമല്ല ഇപ്പോ പിന്നെ ഈ കമ്പനികളൊക്കെ അവരുടെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ കാപ്പബിലിറ്റി കൂട്ടാനുമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ടെക്നോളജി ചേഞ്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് പിന്നെ അഡാപ്റ്റ് ചെയ്യണം. അതിനുള്ള ശ്രമങ്ങൾ അവരൊക്കെ നടത്തുകയാണ് ഇല്ലേ? അത് ഇപ്പോ അദ്ദേഹം പറഞ്ഞ പോയിന്റിക്ക് ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത്? സോ ഡെഫിനറ്റ്ലി ഇപ്പോൾ സാർ പറഞ്ഞ പോലെ ടെക്നോളജി ചേഞ്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെതായ ഒരു ഇഷ്യൂസ് വന്നേക്കാം. പക്ഷെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും ഉറപ്പായിട്ട്. സോ ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കമ്പനീസ് ഇപ്പോൾ AI അഡോപ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് തന്നെ നമ്മൾ പ്രധാനപ്പെട്ട കമ്പനീസോട് സംസാരിക്കുമ്പോൾ TCS, ഇൻഫോസിസ് പോലെ കമ്പനീസ്, പ്രധാനപ്പെട്ട എംപ്ലോയേഴ്സ് അവരെല്ലാവരും നന്നായിട്ട് AI അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ഗവൺമെന്റിലെ ഭാഗമായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ് പറഞ്ഞാല് നമ്മൾ കൂടുതൽ സെക്ടർസിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ടെക് റിലേറ്റഡ് സെക്ടേഴ്സ്. താങ്കൾക്ക് അറിയാമോ, ഇപ്പോൾ കേരള ഗവൺമെന്റ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെന്റേഴ്സ് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു പുതിയ പോളിസി GCC പോളിസി തൊട്ട് നമുക്ക് വരുന്നുണ്ട്. ഈ ഗ്ലോബൽ ക്യാപ്പബിലിറ്റി സെന്റേഴ്സ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തരാൻ സാധ്യതയുണ്ട്. സോ ആ ഗ്ലോബൽ ക്യാപിറ്റൽ സെന്റേഴ്സിലെ പോളിസിയോടൊപ്പം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നല്ല രീതിയിൽ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ മുന്നോട്ട് പോവുകയാണ്. പിന്നെ ടെക് സെക്ടറിലെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പുതിയ പാർക്സ്, പുതിയ ബിൽഡിംഗ്സ് വരുന്നുണ്ട്. പിന്നെ ഗവൺമെന്റ് മിനിസ്റ്റർ തന്നെ നമുക്ക് ഇനി കൂടുതൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഒരു പ്ലാൻ തുടർന്ന് മുന്നോട്ട് പോയി. അങ്ങനെ പോകുമ്പോൾ ഈ ടെക് സെക്ടറിലെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷന് വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഒരു ഡെഡിക്കേറ്റഡ് ഓർഗനൈസേഷൻ കൂടുതൽ കമ്പനീസ് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ഓർഗനൈസേഷൻ നമ്മൾ തുടങ്ങുകയാണ് ടെക് സെക്ടറിൽ ഇൻവെസ്റ്റ് പ്രൊമോഷൻ വേണ്ടിയിട്ട്. സോ ഉറപ്പായിട്ടും ഫ്യൂച്ചർ ഈസ് ക്വൈറ്റ് പോസിറ്റീവ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റുഡൻസിനും യൂത്തിന് സ്കില്ലിംഗ് ചെയ്യേണ്ടതുണ്ട്. സോ ഈ പുതിയ ഓപ്പർച്യൂണിറ്റീസിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു നല്ല ഒരു ചേഞ്ചാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നതും. സ്കില്ലിംഗിലെ നമുക്ക് ഗവൺമെന്റിന്റെ ഫണ്ടിങ് ചെയ്യാൻ നമുക്ക് പോകുന്നു. ഈ ഫസ്റ്റ് 100 days പ്രോഗ്രാമിലെ അതും ഒരു ഇനീഷ്യേറ്റീവായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ICT അക്കാഡമി, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി സഹായത്തോടെ കുട്ടികൾക്ക് ഒരു സ്കില്ലിംഗ് പ്രോഗ്രാംസ് നമുക്ക് AI റിലേറ്റഡ് ഡിജിറ്റൽ ടെക്നോളജീസ് എല്ലാത്തിനും നമുക്ക് സ്കില്ലിംഗ് ചെയ്യാൻ പോകുന്നു. സോ ഹോപ്പ്ഫുള്ളി ജോബാണ് നോക്കുന്നത് എങ്കിൽ സ്കിൽഡ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. അത് പിന്നെ ജോബൊക്കെ പോവാണ് എല്ലാം AI തന്നെ നിർവഹിക്കും എന്നൊക്കെ കരുതുന്നത് വെറുതെയാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. ഉറപ്പായിട്ട് ഒരു കോംപ്രഹെൻസീവ് പ്ലാൻ ഉണ്ട് നമുക്ക്. അതിനായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇൻഫാക്ട് ടെക് സെക്ടർ നമുക്ക് ഒരു നല്ല ഒരു ഹോപ്പാണ്. അത് നമുക്ക് ഇഷ്യൂ ആയിട്ട് നമുക്ക് ഒരിക്കലും ഇത് കാണണില്ല. ഇൻഫാക്ട് എംപ്ലോയ്മെന്റ് കൂടുതൽ തരുന്ന ഒരു സെക്ടർ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അതിനുവേണ്ടി ആവശ്യമുള്ള എല്ലാ ഇനിഷ്യേറ്റീവ്സ് നടക്കുകയാണ്. ഏത് ഓട്ടോമേഷൻ വരുമ്പോഴും ഒരു പേടിയാണ്. അല്ല, ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് സ്മാർട്ട് സിറ്റിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ലെവലിൽ ഞങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത്. ഒരുപാട് സമയം കഴിഞ്ഞില്ലേ, അതുകൊണ്ട് എന്തൊക്കെ സാധ്യമാണ് എന്നുള്ളത് നോക്കുന്നുണ്ട്. ഒരു പോസിറ്റീവ് പെർസ്പെക്ടീവ് പറയണമെങ്കിൽ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിലെ ഇപ്പോൾ ആൾമോസ്റ്റ് എല്ലാ ലാൻഡ് ലീസ്ഡ് ഔട്ട് ആണ്. പുതിയ കമ്പനീസ് നമ്മൾ ലീസ് ചെയ്യാൻ പറ്റിയ ഏരിയ ആൾമോസ്റ്റ് പുതിയ കമ്പനീസ് അവിടെ വരികയാണ്. ഒരുപാട് പോസിറ്റീവ് ആക്ഷൻ സ്മാർട്ട് സിറ്റി കൊച്ചിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ താങ്കൾ പറഞ്ഞ പോയിന്റ് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം കമ്പനി എക്സിറ്റ് ആവുമെന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ആവശ്യമുള്ള നടപടി മൊത്തം നമുക്ക് പ്രോസസ് പ്രകാരം നമ്മൾ ചെയ്യുന്നു. വളരെ സാർ പറഞ്ഞ പോലെ ഹൈ ഫോക്കസ് ആണ് അതുള്ളത്. പക്ഷെ അവിടെ നല്ല കാര്യങ്ങൾ നടക്കുന്നു. ഏതാ സ്റ്റാർട്ടഡ് ഇൻഫാക്ട് ഇവർ പ്രോആക്റ്റീവ് ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് GTech. ഇൻഫാക്ട് അത് വളരെ വെൽക്കമിംഗ് മൂവ് ആണ്. ഇൻഫാക്ട് അത് കേരളത്തിന്റെ ഒരു പൊതു കൾച്ചറായിട്ട് ഒരു നല്ല കൾച്ചറായിട്ടാണ് നമ്മളെല്ലാം കാണുന്നത്. ഒരു ഓൺഗോയിങ് കണ്ടിന്യൂയിങ് പരിപാടിയായിട്ടാണ് പ്ലാൻ. കണ്ടിന്യൂസ് ഇനിഷ്യേറ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുവരികയാണ്. They will put their maximum efforts for this. പറഞ്ഞിട്ടുണ്ട്. ശരി, വേറെ ഒന്ന് ഏതാ പേര് യു ഗിവ് ഇറ്റ് ബെറ്റർ, യു ഗിവ് റൈറ്റ് ഗിവ്. കെൽപ്പാമില് മാത്രമല്ല
പല പബ്ലിക് സെക്ടറിലും ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്. ഇനി അതിനൊരു വൈറ്റ് പേപ്പർ വേണ്ടി വരുമോ എന്നുള്ളത് അറിഞ്ഞൂടാ. ഞങ്ങൾ റിവ്യൂ ചെയ്ത് വരികയാണ്. പല പബ്ലിക് സെക്ടറിലും പൊസിഷൻ കുറച്ച് പ്രോബ്ലം ഉണ്ട്. അത് വളരെ സീരിയസ് ആയിട്ടാണ് ഗവൺമെന്റ് കാണുന്നത്. ഞങ്ങളത് റിവ്യൂ ചെയ്ത് വരികയാണ്. മീഡിയ ബ്രീഫിങ്ങോ? മീഡിയ ഗ്രൂപ്പ് നോക്കാതെ നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാം. നിങ്ങളായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയാൻ പറ്റിയിട്ടുണ്ട്. താങ്കളുടെ നമ്പർ മൊത്തം ഷെയർ ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി തുടങ്ങാം. IT തുടങ്ങാം, ഇൻഡസ്ട്രീസ് മീഡിയ ഗ്രൂപ്പ് ഉണ്ടാക്കാം. നിങ്ങളായിട്ടുള്ള ബന്ധപ്പെടാൻ പറ്റുമല്ലോ. ഞങ്ങള് ധവളപത്രത്തിലൂടെ റിലീസ് ചെയ്തത് വസ്തുതകളാണ്. ഇനി അതിന്റെ അപ്പുറത്തൊരു വസ്തുത എന്താന്ന് അറിഞ്ഞൂടാ. വസ്തുതകളുടെ വസ്തുത എന്താന്ന് അറിഞ്ഞൂടാ. ഇല്ല, ഞങ്ങളും ധവളപത്രത്തിലൂടെ അവതരിപ്പിച്ചത് സത്യത്തില് ഉള്ള കണക്കാണ്. ഞാൻ അതറിഞ്ഞിപ്പോ പബ്ലിക് സെക്ടറിൽ ഇപ്പോ പറഞ്ഞല്ലോ, നിങ്ങൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞല്ലോ, ശമ്പളം കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് കുറെ കാലമായിട്ട് എന്നുള്ളത്. അപ്പോ അത് വസ്തുതയല്ലേ. ഒരിക്കലും സാധ്യതയില്ല. കാരണം ഞങ്ങൾ നല്ലോണം നോക്കി തന്നെയാണ് ഗവൺമെന്റ് ധവളപത്രം അവതരിപ്പിച്ചത്. പകരം ഒരു ധവളപത്രം അതൊരു ആർഗ്യുമെന്റ് ആവാനേ വഴിയുള്ളൂ, അല്ലാതെ വസ്തുതാവാൻ വഴിയില്ല. ഓക്കെ.